ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ദിവ്യ യാമിനിയോട് പറയോ, ആ അംബികയും മോനും പിശാചുക്കളാ. ദൈവത്തിനോട് പിശാചുക്കളെ നന്നാക്കാൻ പറഞ്ഞ ദൈവം എന്ത് ചെയ്യും മാഡം? എന്തായാലും നമുക്കിതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയല്ലേ പറ്റൂ. ദിവ്യയെ, നിനക്ക് ജീവിക്കണം, കുഞ്ഞിനെ വളർത്തണം. ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് പ്രതാപേട്ടനോട് പറയാം. ദിവ്യയെ, വർമ്മ സാറിനോട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാണ് മേഡം? വർമ്മ സാറിൻ്റെ മുന്നിൽ വെച്ച് അവരെല്ലാം സമ്മതിക്കും. പക്ഷേ വർമ്മ സാർ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവരതൊന്നും കേൾക്കാൻ പോകുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ അമ്മയും മോനും കൂടെ എന്നെ കൊന്നു കളയേണ്ടതായിരുന്നു. എൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവനോടിരിക്കുന്നത്. അംബിക താണ്ട മുകളിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എനിക്ക് മടുത്ത് യാമിനി മേഡം. എങ്ങനെയെങ്കിലും പിച്ചി എടുത്താലും എനിക്ക് ജീവിക്കണം. ഈ കുഞ്ഞിനെ എനിക്ക് വളർത്തണം. ഇവിടെ നിന്നാൽ അതൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോവുക. അത് കേട്ടോണ്ടാണ് അംബിക താഴോട്ട് വരുന്നത്. വെരി ഗുഡ്, അതാണ് നിനക്ക് നല്ലത്. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സമയം അങ്ങനെ കളയാനില്ല ദിവ്യയെ. എത്രയും പെട്ടെന്ന് നീ നിന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ നോക്കിവിടുന്ന്. ദേഷ്യത്തോടെ യാമിനി ചോദിക്കുക, എൻ്റെ സ്ത്രീയെ, നിങ്ങൾക്ക് മനസ്സാക്ഷിയില്ലേ? എനിക്ക് മനസ്സാക്ഷി ഇല്ലെന്ന് ശേഖരൻ നിന്നെ കല്യാണം കഴിച്ച ആദ്യത്തെ ദിവസം തന്നെ നിനക്ക് മനസ്സിലായില്ലോടി. ഈ ദിവ്യ പ്രസവിച്ച കുഞ്ഞ് നിങ്ങളുടെ മകൻ്റെതാ. നിങ്ങളുടെ മകൻ്റെ രക്തവാത്. നിങ്ങൾ ആ കൊച്ചിൻ്റെ അച്ഛമ്മ. കണ്ട അലവലാതി പിള്ളേരുടെ ഒന്നും അച്ഛമ്മയും കൊച്ചമ്മയൊന്നും അല്ല ഞാൻ. എൻ്റെ മകൻ ദീപക്ക് കല്യാണവും കഴിച്ചിട്ടില്ല, അവന് കുട്ടികളും ഇല്ല. യാമിനി പറയാം, വേണ്ട, ദിവ്യ പ്രസവിച്ച കുഞ്ഞ് ദീപക്കിൻ്റെതാണെന്ന് നിങ്ങൾക്കും അവനും മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഇതൊക്കെ കഴിഞ്ഞു പോയ കഥയാടി. ഇതൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യാനേ. യാമിനി, നീ ഇനി ഇവളോടൊപ്പം കൂടണ്ട കേട്ടോ. അംബിക ദിവ്യയോട് പറയാം, വീട്ടിൽ വരുന്ന വേലക്കാരികളാ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. വീട്ടിലെ മുതലാളികളുടെ ചോരയും നീരുമുള്ള മക്കളെ. അല്ലാതെ അവരെയൊക്കെ ഭാവി ഭർത്താക്കന്മാരായിട്ട് സ്വപ്നവും കണ്ട്, അല്ലാതെ അവർ പറയുന്നതൊക്കെ ഇതുപോലെ അനുസരിച്ചാൽ പറ്റാനുള്ളതൊക്കെ കണ്ട് ഇതുപോലെ അങ്ങ് പറ്റും. ഇതൊക്കെ പണ്ടുകാലം മുതലേ നടന്നു പോരുന്ന ഓരോ ചടങ്ങുകളാണ്. മുതലാള ആചാരം എന്നൊക്കെ പറയാം. ഇതൊക്കെ നീ മനസ്സിലാക്കാതെ പോയതിൽ ഞാൻ എന്ത് പഴിച്ചു? അതുകൊണ്ട് നിനക്കിപ്പോൾ കിട്ടിയ ഈ സംഭാവനയുണ്ടല്ലോ, അതങ്ങ് സന്തോഷത്തോടെ സ്വീകരിച്ച് നീ നിന്റെ വഴിക്ക് പോകാൻ നോക്കടി. ആഹാ, അവളങ്ങനെ പോകാൻ തയ്യാറായില്ലെങ്കിലോ എന്ന് യാമിനി പറയുമ്പോൾ അംബിക പറയാം, പോകാൻ തയ്യാറായില്ലെങ്കിലേ ഇവിടെ കൊച്ചിൻ്റെ അന്ത്യം വല്ല പൊട്ടക്കിണറ്റിലുമായിരിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, നിങ്ങളും നിങ്ങളുടെ മകനും ആരെയും തല്ലിക്കൊന്ന് പൊട്ടക്കിണറ്റിൽ താഴ്ത്തുവന്നേ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്നാലേ ഈ വക ക്രൂരതകളൊന്നും കണ്ടോണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഇവിടെ ആണുങ്ങളുണ്ട്, ഞാൻ അവരോട് പറയാം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ. ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. യാമിനി വലിയ ദേഷ്യത്തോടെ, എടി യാമിനി, നിന്നെ ഞാൻ വെറും ഒരു പുഴുവായിട്ടേ കണ്ടിട്ടുള്ളൂ. എൻ്റെ മുന്നിലോട്ടെങ്ങാണം നീ എഴഞ്ഞു വന്നാൽ ഞെരിച്ച് കളഞ്ഞേക്കാൻ തന്നെ ഞാൻ പറഞ്ഞേക്കാം. മണുകുണാഞ്ചൻ പ്രതാപൻ വരുന്നുണ്ട്. എന്താ ഇവിടെ? അംബിക മനസ്സിൽ പറ, ഈശ്വര, ഇവളിപ്പോൾ ദിവ്യയുടെ പ്രശ്നം പ്രതാപനോട് പറയുമല്ലോ. അത് അവളെ കൊണ്ട് പറയിപ്പിക്കാൻ അവസരം കൊടുക്കരുത്. എന്താ ചേച്ചി? ഒന്നുമില്ല പ്രതാപ, ഞങ്ങളെ രാജുവിനെയും ഋതുമോളെയും കണ്ടില്ലല്ലോ എന്ന് പറയുമായിരുന്നു. അല്ല പ്രതാപ, അവരെന്താ വരാത്തത്? അവർ രാജുവിൻ്റെ വീട്ടിൽ പോയിരിക്കുമല്ലോ ചേച്ചി. അവർ വരുമ്പോൾ വരട്ടെ. ദിവ്യ എന്താ വിഷമിച്ച് നിൽക്കുന്നത്? ഒന്നുമില്ല സാർ. എന്താ ദീപക്കുമായിട്ട് വഴക്കായോ? കുഞ്ഞെവിടെ? കുഞ്ഞകത്തുണ്ട് സാർ. ഞാനൊന്ന് പുറത്തോട്ട് പോയിട്ട് വരട്ടെ ചേച്ചി. അല്ല പ്രതാപ, നീ എവിടെ പോവാ? നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫൗണ്ടേഷൻ നടക്കുമല്ലോ, ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരട്ടെ. സിസ്റ്റർ പവിത്രയെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, സിസ്റ്റർ അങ്ങോട്ട് വരും. എന്നാൽ ഞാൻ പോട്ടെ ചേച്ചി എന്നും പറഞ്ഞവൻ സന്തോഷത്തോടെ പോവുക. കണ്ടോടി നീയൊക്കെ എൻ്റെ വില എന്ന ഭാവത്തിലൊരു കളിയാക്ക നോട്ടം യാമിനിയുടെയും ദിവ്യയുടെയും നേരെ അംബിക. രാജുവാണ് ഈ സമയം വലിയ വിഷമത്തെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഋതിക പറയാം, രാജു ഇങ്ങനെ വിഷമിക്കാതെ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. ഋതു, നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ സന്തോഷത്തോടെ കഴിയണം. നമ്മുടെ വീട് സ്വസ്ഥതയായിട്ടിരിക്കണം. ശ്രീലക്ഷ്മി മനസ്സുരുകി ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഋതു ഒന്ന് ചിരിച്ചിരിക്കുന്നത്? രാജു പറയുന്നത് ശരിയാ. സ്ത്രീയുടെ കാര്യത്തിൽ ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. രാജു, ഇതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. രുക്മിണി ആൻറ്റിയെ കാണാതെ ഹരീഷിനെ കണ്ട് സംസാരിക്കണം. അങ്ങനെ സംസാരിക്കാൻ പോയാൽ ഞാൻ പറയുന്ന വല്ലതും അവൻ കേൾക്കുമോ? പേഴ്സണലായിട്ട് നോക്കുമ്പോൾ ഈ ഹരീഷ് വളരെ നല്ലവനാണ് രാജു. അവൻ്റെ അമ്മയോടെ ചേരുമ്പോഴാണ് അവൻ അങ്ങനെ പോയിസണായി മാറുന്നത്. ഋതു പറയുന്നതൊക്കെ ശരിയാ. അന്ന് ഞാൻ അവൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കാതെ ഒഴിഞ്ഞു മാറിയിട്ടും നമ്മുടെ സ്ത്രീയുടെ കഴുത്തിൽ അവൻ താലി കെട്ടിയില്ലേ? അവൻ ഉപേക്ഷിച്ചില്ലല്ലോ. അതുമാത്രമല്ലല്ലോ ഋതു, അവൻ്റെ അമ്മയും അവൻ്റെ അമ്മാവനും ഒക്കെ വന്ന് ഇവിടെ ഇടിയും കോലാഹലവും ഒക്കെ നടത്തിയിട്ട് അവൻ നെഞ്ചും വിരിച്ചു നിന്നു. അവൻ്റെ സർട്ടിഫിക്കറ്റ് വരെ അവർ നശിപ്പിച്ച് കളഞ്ഞു. ഈ വളകാപ്പിന് അവരെ വിളിക്കുന്നതിന് മുമ്പ് വരെ ആരുടെ ഒരു സപ്പോർട്ടും ഇല്ലാതെ മാറി അവർ വളരെ സന്തോഷത്തോടല്ലേ രാജു ജീവിച്ചിരുന്നത്. പക്ഷേ ഹരീഷിനെ ഒറ്റയ്ക്ക് കിട്ടാൻ എന്താ ഋതു ഒരു മാർഗം? രാജു, ഒരു ഐഡിയ ഉണ്ട്. അത് വർക്കൗട്ടാവുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും വല്യമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വേറൊരാളുടെ ഹെൽപ്പ് വേണം.
ഞാനൊന്ന് നോക്കട്ടെ രാജു, ഞാൻ ഇപ്പം വരാവേ എന്നും പറഞ്ഞ് ഋതിക അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഈ സമയം രുക്മിണി വീട്ടിൽ നിന്ന് എന്തോ കൊനിഷ്ഠ ബുദ്ധികളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഹരീഷ് എവിടെയോ പോയിട്ട് വരിക. രുക്മിണി അവനെ കണ്ടിട്ട് ഇവൻ കയ്യാലപ്പുറത്തെ തേങ്ങ പോലാണല്ലോ, ഇവൻ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നൊന്നും പറയാനും പറ്റുന്നില്ലല്ലോ. ഇവനെ മുഴുവനായിട്ടും എൻ്റെ പക്ഷത്താക്കണം. ചെവിയിലോട്ട് ഓരോ നുണകൾ ഓതി ഓതി ഇവനെ മുഴുക്ക മാറ്റിയെടുക്കണം. ഇപ്പം പകുതി മനസ്സാ ശ്രീലക്ഷ്മിയോടൊപ്പം, പകുതി എന്നോടൊപ്പം ഉള്ളത്. മോനെ ഹരീഷ, നീ എവിടെ ഞാൻ പുറത്തോട്ടൊന്ന് പോയതാമ്മേ. എന്തിനാ മോനെ നീ വാടിയ മുഖമായിട്ട് പുറത്തോട്ടൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? ആരെങ്കിലും എൻ്റെ മോനെ ഇപ്പം കണ്ടാലേ ജീവിതം മൊത്തം തകർന്ന ഏതോ ഒരുത്തനായിട്ടേ വിചാരിക്കത്തുള്ളൂ. നിന്റെ ജീവിതം ഒന്നും തകർന്നിട്ടില്ല മോനെ. തകർന്ന ജീവിതമൊക്കെ നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കൊതിയുന്നുള്ള സാവിത്രി അവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഇവിടെ മറിഞ്ഞു നിൽക്കുന്നത് തന്നെ നല്ലത്. ഈ രുക്മിണി വലിയ വിഷമാണ്. ഈ സാവിത്രിയേക്കാളും വലിയൊരു വിഷം ഈ നാട്ടിൽ ഇനി ഉണ്ടാകാൻ പാടില്ല. മോനെ, നീ ഇങ്ങനെ നിരാശ കാമുകനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നാട്ടുംപുറത്തൊക്കെ നടക്കല്ലേടാ. എടാ മോനെ ഹരീഷേ, ആൾക്കാരൊക്കെ അതും ഇതും ഒക്കെ പറയുവടാ. നമുക്ക് ഈ നാട്ടിലൊരു സൽപ്പേരൊക്കെ ഉണ്ട്, അതെൻ്റെ പൊന്നുമോൻ കളഞ്ഞു കുളിക്കല്ലേ. മറഞ്ഞു നിന്ന് ഇതൊക്കെ കേൾക്കുന്ന സാവിത്രിക്ക് ഉള്ളിൽ ചിരിയും വരുന്നു. ഓ പിന്നെ സൽപ്പേര് പലിശക്കാരി രുക്മിണിയെ ഹരിചന്ദ്ര മഹാരാജാവിൻ്റെ കൊച്ചുമോളല്ലയോ. ഇവളെ ഈ നാട്ടിലെ ഒരു ഈച്ചയ്ക്ക് പോലും കണ്ണെടുത്താൽ കണ്ടുകൂടാ. എൻ്റെ മോനെ ഈ അമ്മയുടെ അടുത്തോട്ടൊന്നിരുന്നേ. മോനെ, അവശിഷ്ടങ്ങൾ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കഴുകി കളഞ്ഞേരെ. അധികം താമസിക്കാതെ എൻ്റെ പൊന്നുമോനൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാം. സാവിത്രിക്ക് അതിൻ്റെ അർത്ഥം അങ്ങോട്ട് മനസ്സിലായില്ല. അതെന്തുവാ പുതിയ ജീവിതം? ഇനി അമ്മയും മോനും കൂടെ വല്ല ഉള്ളിക്കച്ചവടം നടത്താൻ പോവാന്നോ? എൻ്റെ മോനൊന്ന് സമാധാനത്തോടെ ഇരിക്കും. ഞാൻ ആ അപ്പു വക്കീലിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. വക്കീലോ? അമ്മ എന്താ വല്ല കേസും കൊടുത്തിട്ടുണ്ടോ? കേസൊന്നും കൊടുത്തിട്ടില്ല മോനെ, പക്ഷേ കൊടുക്കാൻ പോവാ. എൻ്റെ കേസല്ല, നിൻ്റെ കേസ്. എൻ്റെ കേസോ? അമ്മ എന്തു പറയുന്നേ? എടാ മോനെ, നീയും ആ എന്തരവളുമായിട്ടുള്ള ആ വിവാഹമോചനം. ആഹാ, ഇതാണോ അപ്പം പുതിയ ജീവിതം? ഞാൻ വന്നത് എന്തായാലും എത്ര നന്നായി. അപ്പോൾ ഇതാണ് ഇവരുടെ പുതിയ തന്ത്രം അല്ലേ? എന്തോ ഒരർത്ഥം വെച്ച് പറയുന്ന പോലെ ഹരീഷ് പറയാം. അപ്പോഴമ്മ എല്ലാം അങ്ങ് തീരുമാനിച്ചല്ലേ? തീരുമാനിക്കാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും മോനെ? ഇങ്ങനെയൊരു മുഴി പ്രാന്തിയെ ഭാര്യയായിട്ട് എത്ര നാൾ നീ വെച്ചോണ്ട് ജീവിക്കും? അത് മാത്രമാണോ ഈ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകും? എൻ്റെ അമ്മേ, അതിന് ഡിവോഴ്സാണോ ഒരു പരിഹാര മാർഗം? പിന്നെ അതല്ലാതെ പിന്നെ വേറെ എന്തുവാടാ ഇതിനൊരു പരിഹാര മാർഗം? നീ തന്നെ പറയടാ ഹരീഷ്. ആകെ വിഷമിച്ചിരിക്കുന്ന ഹരീഷിനെ നോക്കിയിട്ട് രുക്മിണി മനസ്സിൽ പറയാം, ഇവനെ രണ്ടാമതൊന്നും ചിന്തിപ്പിക്കാതെ ഇപ്പം തന്നെ ഡിവോഴ്സിനുള്ള അപേക്ഷ കൊടുപ്പിക്കണം. അല്ലെങ്കിൽ ഇത് ശരിയാവില്ല. സാവിത്രി അവിടെ നിന്ന് നെഞ്ചത്ത് കൈവച്ച് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ഭഗവാനെ, ഓപ്പറേഷൻ കുബേരെ ഒന്നുകൂടെ ഒന്ന് വന്നിരുന്നെങ്കിൽ ഇവളെ പിടിച്ചങ്ങ് ജയിലിലിട്ടേനെ. മോനെ ഹരീഷെ, അവൾക്ക് വേറെ എന്തെങ്കിലും രോഗമാണെങ്കിൽ നമുക്കങ്ങ് പോട്ടെന്ന് വെക്കാൻ. ഈ സാഹചര്യത്തിൽ നമുക്ക് വേറെ ഒരു മാർഗവും ഇല്ല മോനെ. എടാ മോനെ, അവൾക്ക് പ്രാന്ത. മറ്റൊന്നാണെങ്കിലോ അവളുടെ ജാതകദോഷം. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, അവൾക്ക് ഈ ജന്മത്തിൽ കുഞ്ഞുങ്ങളേ ഉണ്ടാവില്ല. എൻ്റെ മോനെ, ആ എരണം കെട്ടവൾ ഈ ജന്മം പ്രസവിക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹമോചനം നേടിയില്ലെങ്കിൽ അവിടെ കൈകൊണ്ടായിരിക്കും പിന്നെ നിൻ്റെയും എൻ്റെയും മരണം. സാവിത്രി മനസ്സിൽ പറ, ആപ്പടിച്ച് തറപ്പിക്കുന്ന വിദ്യ കണ്ടോ? ഈ രുക്മിണി ഒരു ഭയങ്കരി തന്നെ. രാജുവും രാധമ്മയും പ്രിയയും ഋതികയൊക്കെ ചേർന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പ്രിയ പറയാ, ആ രുക്മിണിയുടെ പിടിയുന്ന എങ്ങനെയെങ്കിലും ഒരുവിധം രക്ഷപ്പെട്ട് വന്നതായിരുന്ന പിള്ളേർ കിനാവള്ളി പോലെ വീണ്ടും അവരുടെ പുറകെ ചെന്നവരെ പിടികൂടി. സത്യം പറഞ്ഞ ഒരു പരിധിവരെ ഹരീഷ് നല്ലവൻ, ആ രുക്മിണിയാ അവനെ ചീത്തയാക്കുന്നത്. അതെങ്ങനെയാ? ഏതു നേരം രുക്മിണി ശ്രീലക്ഷ്മിയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമല്ലയോ ഹരീഷിനോട്. സ്വന്തം അമ്മയല്ലേ ഏതു നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊക്കെ അപ്പോഴവന് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? ശ്രീലക്ഷ്മി അവിടെ മാറി എന്നിങ്ങനെ ചിന്തിക്കുക. ഞാൻ ഒരു തെറ്റും ഹരീഷിനോട് ചെയ്തിട്ടില്ല. ഞാൻ ഹരീഷിനെ സ്നേഹിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഹരീഷ് എന്തുകൊണ്ടാണ് എന്നോട് ദേഷ്യപ്പെട്ടത്? എങ്ങനെ ഹരീഷിന് എന്നെ കാണാതിരിക്കാൻ കഴിയുന്നു? ഋതിയ പറയാം, ഹരീഷിന് ഒരു 2 മണിക്കൂർ നേരം നമ്മുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ സംസാരിച്ചെല്ലാം ശരിയാക്കായിരുന്നു. അതെങ്ങനെയാ ഋതുമോളെ? ഈയിടെയായിട്ട് അവനെ ഒറ്റയ്ക്ക് പുറത്തോട്ട് പോലും ആ രുക്മിണി വിടുന്നില്ലല്ലോ. അഥവാ അവൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിയാലേ വാല് പോലെ ആ മാരണം രുക്മിണി ഉണ്ടാവും. ഈ സമയം യാമിനി ഋതിയയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ഋതിയ ഫോൺ കട്ട് ചെയ്യാൻ. ഇതെന്ത് പറ്റി മോള് ഫോൺ കട്ട് ചെയ്യുന്നത്? ചിലപ്പോൾ ഇങ്ങോട്ട് വരുമായിരിക്കും. രാധമ്മ പറയാം, എനിക്ക് 3 പേരോട് ഒരു അപേക്ഷയേ ഉള്ളൂ. അവർ ഡിവോഴ്സിന് ശ്രമിക്കുന്ന കാര്യം ഒരു കാരണവശാലും വേണുവേട്ടൻ അറിയരുത്. അങ്ങനെ വല്ലത് പറഞ്ഞാൽ വേണുവേട്ടന് ഹരീഷിനെയും രുക്മിണിയെയും പിന്നെ വെറുതെ വിടില്ല. അമ്മേ, ഹരീഷിനെ തനിച്ച് കിട്ടാനൊരു അവസരം കിട്ടണം. അതാ ഞാൻ നോക്കുന്നത്. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ഋതുവോട് അവനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പരിഹരിക്കാം. അപ്പോൾ വേണുവേട്ടൻ പുറത്തെവിടെയോ പോയിട്ട് അങ്ങോട്ട് വരിക. എന്താ എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാവരും പരസ്പരം മുഖത്തോട്ട് നോക്കുവാണ്. പെട്ടെന്ന് രാധമ്മ, ഇവിടെ ഒരു പ്രശ്നവുമില്ല.
ഒന്നുമില്ലല്ലോ, നിങ്ങളുടെയൊക്കെ ടെൻഷൻ കണ്ടോണ്ട് അങ്ങ് ചോദിച്ചതാ. പേടിച്ചാ ഇവിടെ മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ. അല്ല, ഈ കൂട്ടത്തിൽ കൊച്ചമണി വൈദ്യരെ കണ്ടില്ലല്ലോ. എടി പ്രിയ, നിന്റെ അമ്മായിയമ്മ അവിടെ പോയി? അയ്യോ ശരിയാ, പറഞ്ഞതുപോലെ അവരെ കാണാനില്ലല്ലോ. അവരിതെവിടെ പോയി? ഇനി ദുബായ്ക്ക് എങ്ങനെ പറയാതെ പോയോ? രുക്മിണി ഹരീഷിന്റെ ചെവിയിൽ ഇങ്ങനെ വേദം ഓതിക്കൊണ്ടേ ഇരിക്കുക. എടാ മോനെ, ആ കുടുംബം നമ്മളോട് ചെയ്യാവുന്ന ദ്രോഹങ്ങളൊക്കെ ചെയ്ത് അവർ നമ്മുടെ കുടുംബത്തെ തകർത്തു മോനെ. എൻ്റെ മോനെ, നിനക്കറിയോ, മക്കൾ ഇങ്ങനെ വിഷമിക്കുന്ന കാണാൻ വയ്യാതെ സഹിച്ചിട്ടാ നിങ്ങളുടെ അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അയ്യടി ഭയങ്കരി, നിന്റെ ശല്യം കാരണം അല്ലയോടി ഗോപിപ്പിള്ള നാട് വിട്ടത്. സാവിത്രി അവിടെ ഒന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതും ആ രാജുവിൻ്റെ കുടുംബത്തിൻ്റെ തലയിലോട്ട് കെട്ടിവെക്കുക. രമ്യ ജോലി കിട്ടി പോയതാണെങ്കിൽ എവിടെയാണെന്നോ എങ്ങനെ ജീവിക്കുവാണെന്നോ ഒന്നും നമുക്കറിയില്ല. ഒന്ന് ഫോൺ ചെയ്ത് നമ്മളെ വിവരം അറിയിക്കാനുള്ള മനസ്സ് പോലും അവൾ കാണിക്കുന്നില്ല. ഓ പിന്നെ നിങ്ങളുടെ മോള് രമ്യ ആരെയെങ്കിലും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. എടാ മോനെ ഹരീഷ്, അവർ നമ്മുടെ കുടുംബത്തോട് ചെയ്ത ദ്രോഹമൊക്കെ നീ അങ്ങ് മറന്നേക്ക്. നമുക്കൊരു പ്രതികാരവും വേണ്ട മോനെ. പക്ഷേ ഒരു ഭ്രാന്തി പെണ്ണിനോടൊപ്പം എത്ര നാളെന്നും പറഞ്ഞാൽ നീ ജീവിക്കുന്നത്? അവൾ പല പ്രാവശ്യമായിട്ട് എൻ്റെ മോനെ തല്ലുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്തില്ലേ? അതൊക്കെ എൻ്റെ കൺമുന്നിൽ വെച്ച്. അപ്പം ഞാൻ കാണാതെ എന്തൊക്കെ ഉപദ്രവമാണ് എൻ്റെ മോനെ അവൾ ചെയ്തിട്ടുണ്ടാവുന്നത്. എടാ മോനെ, ഒരുമിച്ച് ഉറങ്ങുന്ന സമയത്ത് അവളെങ്ങാനും വെട്ടോത്തിയെടുത്ത് എൻ്റെ മോൻ്റെ കഴുത്തെങ്ങാനും അറുത്താലോ? എന്തവാമേ മോനെ, നീ ഞെട്ടണ്ട, ഞാൻ സത്യമാ പറഞ്ഞത്. നീ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴൊക്കെ അവൾ 3-4 പ്രാവശ്യം കത്തിയെടുത്തതാ. ആയുസിൻ്റെ ബലം കൊണ്ടാണ് നമ്മൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. അങ്ങനെ എപ്പോഴും രക്ഷപ്പെടണമെന്നില്ല എൻ്റെ മോനെ. ഇതൊക്കെ ദൈവം മുന്നേ നമുക്ക് കാണിച്ചു തരുന്ന ഓരോ മുന്നറിയിപ്പുകളാ. സങ്കടത്തോടെ ഹരീഷ് ചോദിക്കും, അമ്മേ സ്ത്രീക്കപ്പം സത്യമായിട്ട് ഭ്രാന്ത് തന്നെയാണോ? പിന്നെ അല്ലാതെ, അതല്ലേ മോനെ അമ്മ ഈ പറയുന്നതൊക്കെ. അവൾ കാണിക്കുന്ന മനോരോഗ ലക്ഷണങ്ങളൊക്കെ മോനെ നീയും കണ്ടതല്ലേ? എടാ, നിന്റെ ചെവിക്കുറ്റി നോക്കിയല്ലേ അവൾ അടിച്ചത്? ഭ്രാന്തില്ലാത്ത ഒരു പെണ്ണ് അങ്ങനെ ഭർത്താവിൻ്റെ കാരണത്ത് നോക്കി അടിക്കൂ? എടാ പൊന്നുമോനെ, അവൾക്ക് ഭ്രാന്താടാ. അവിടെ കൈകൊണ്ട് വെറുതെ നീ പടുമരണം വാങ്ങിച്ച് വെക്കല്ലേ. എൻ്റെ മോൻ ശുദ്ധഗതിക്കാരനാ. മോൻ അവളോട് സ്നേഹമുണ്ട്. പക്ഷെ അതൊക്കെ നല്ല കാര്യമാ. എന്നും വെച്ച് ഭ്രാന്തിയായ ഒരു പെണ്ണിനോടൊപ്പം ഒരുമിച്ച് ജീവിച്ച് ദുർമരണം എരന്ന് വാങ്ങിച്ച് വെക്കണോ? അതുകൊണ്ട് എൻ്റെ പൊന്നുമോനെ, അമ്മ പറയുന്നൊന്ന് കേക്ക്. എത്രയും പെട്ടെന്ന് അവളെ അങ്ങ് ഉപേക്ഷിക്ക്. ആ വക്കീലിനോട് അമ്മ വരാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇപ്പോൾ വരും. പെട്ടെന്നൊരു കള്ളക്കരച്ചിൽ. എൻ്റെ മരണം വരെ എനിക്ക് എൻ്റെ പൊന്നുമോനെ കാണണം. അതുകൊണ്ടാ മോനെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും പറഞ്ഞ് നല്ല കരച്ചിലങ്ങോട്ട് കാണിക്കും. അയ്യോ, എൻ്റെ അമ്മ കരയല്ലേ. അമ്മ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. ആ വക്കീൽ വരുമ്പോൾ എന്നെ ഫോൺ ചെയ്ത് അറിയിച്ചാൽ മതി. ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് ഹരീഷ് പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അത് കണ്ടിട്ട് രുക്മിണി അങ്ങ് ചിരിക്കുവാണ്. അവൾ വിചാരിച്ച കാര്യം എത്ര പെട്ടെന്നാണ് നടക്കുന്നത്. എടാ ഹരീഷെ, വെട്ടുപോത്ത് പോലെ ഇടഞ്ഞു നിന്ന് നിന്റെ അച്ഛനെ പിടിച്ച് കയറുമേ കെട്ടിയിട്ടവളാടായി രുക്മിണി. പിന്നെയാണോടാ ഈ നീ? സാവിത്രി ഇതൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് അവൾ വക്കീലിനെ കൊണ്ട് വരുന്നതിന് മുമ്പ് ഇക്കാര്യം ഞാൻ ഋതിമോളെ ഒന്ന് വിളിച്ച് പറയട്ടെ. ഒരു കൊച്ചിൻ്റെ ജീവിതമല്ലേ ഇവൾ ഒറ്റ ഒരുത്തി തകർക്കാൻ പോകുന്നത്. മോളെ, ഞാൻ രുക്മിണിയുടെ വീടിനടുത്ത് നിന്നാണ് സംസാരിക്കുന്നത്. എന്താ ചേച്ചി, ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ടായി എന്നും പറഞ്ഞ് നടന്ന സംഭവങ്ങളെല്ലാം സാവിത്രി ഋതികയോട് പറയുവാണ്. എന്താ ഋതു അവർ പറഞ്ഞത്? ഋതിയപ്പാ കാര്യങ്ങളൊക്കെ രാജുവിനോട് പറയും. എന്നാൽ വേഗം വാ ഋതു എന്നും പറഞ്ഞ് രാജു ഋതികയും കൂടിച്ചോണ്ട് എളുപ്പം പുറത്തോട്ട് പോകുന്നുണ്ട്. അല്ല, നിങ്ങൾ എവിടെ പോയി എത്ര തിടുക്കത്തില്ല? വേണുവേട്ടൻ ചോദിക്കുക. അയ്യോ അങ്കിളെ, വീട് വരെയൊന്ന് പോവാ, ഞങ്ങൾ ഇപ്പോൾ വരാവേ എന്നും പറഞ്ഞ് രാജുവും ഋതികയും വേണുവേട്ടൻ്റെ മുന്നിൽ നിന്ന് എളുപ്പം ഓടി പോവാണ്. ഹരീഷ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിങ്ങനെ റോഡിൽ തനിയെ നടന്നു പോവാ. അവൻ്റെ മുന്നിൽ വന്ന് രാജുവും ഋതികയും ബൈക്ക് അങ്ങ് നിർത്തി. ഹരീഷെ, നിന്നെ കാണാൻ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്. എടാ, നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നും ഇല്ലേടാ, ഇതേ ഉള്ളോ നിങ്ങൾക്ക് പണി? എടാ ഹരീഷെ, വേറെ പണിക്ക് പോകണമെങ്കിൽ മനസ്സിനൊരു സമാധാനം വേണ്ടേടാ. ഇത് നാട്ടുകാരുടെ പ്രശ്നമൊന്നും അല്ലല്ലോ, എൻ്റെ പെങ്ങളുടെ പ്രശ്നമല്ലേ. ഓഹോ, അപ്പം നടുവഴിയിൽ പിടിച്ചു നിർത്തി കോംപ്രമൈസ് മീറ്റിംഗ്. ഋതിയെ പറയാം, കോംപ്രമൈസ് മീറ്റിംഗ് എന്ന് പറഞ്ഞ് നിൻ്റെ വീട്ടോട്ട് വരാൻ പറ്റില്ലല്ലോ. അവിടെ ഏത് കാര്യവും ഊതി പെരുപ്പിച്ച് കൊടുങ്കാറ്റാക്കുന്ന നിൻ്റെ അമ്മ അവിടെ ഇല്ലേ? ദാണ്ടേ, ഞാനൊരു വല്ലാത്ത മാനസികാവസ്ഥയിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതങ്ങ് പറ. ഹരീഷ, ഞങ്ങളും അതേ മാനസികാവസ്ഥയിൽ തന്നെ. ഞങ്ങൾ പറയുന്ന നീ ക്ഷമയോടൊന്ന് കേൾക്കണം. ഹരീഷ, നിനക്ക് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ആ തെറ്റിദ്ധാരണ നീ ആദ്യം ഒന്ന് മാറ്റണം. എന്നാലേ എനിക്ക് എല്ലാവരെക്കുറിച്ച് നല്ല ധാരണ തന്നെ ഉള്ളത്. എനിക്ക് എല്ലാവരെയും നല്ലോണം അറിയാം. ഹരീഷെ, നിനക്ക് പലതും അറിയില്ല. നിന്റെ വിശ്വാസങ്ങൾ പലതും തെറ്റാ. ഹരീഷെ, ഞാൻ നിന്റെ പെങ്ങൾ രമ്യയോട് ഒരു വിശ്വാസ വഞ്ചനയും കാണിച്ചിട്ടില്ല. ഞാൻ അവളെ പ്രേമിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ അവളെ കണ്ടതല്ലേ. ശ്രീലക്ഷ്മിയെ പോലെ തന്നെ എൻ്റെ ഒരു സ്വന്തം പെങ്ങളായിട്ട് മാത്രമാണ് ഞാൻ കണ്ടതവളെ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാടാ നീ മാറ്റ കല്യാണത്തിന് സമ്മതിച്ചത്? എൻ്റെ ഹരീഷെ, അങ്ങനെ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് വന്നു. നിങ്ങളുടെ പ്രണയവിവാഹം നടക്കാൻ വേണ്ടി എനിക്ക് രുക്മിണി ആൻ്റിയുടെ ഡിമാൻഡ് അംഗീകരിക്കേണ്ടി വന്നു. 20-24 വർഷത്തോളം പെങ്ങളായി കണ്ട ഒരു പെണ്ണിനെ
പെട്ടെന്ന് ഭാര്യയായിട്ട് സ്വീകരിക്കുന്ന ഒരാണിൻ്റെ ഗതികേട് ഹരീഷെ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അല്ലാതെ രമ്യയെ ഞാൻ വഞ്ചിച്ചിട്ടില്ല, ഒരു തരത്തിലും ഞാൻ അവളെ ചതിച്ചിട്ടുമില്ല. എൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ തീരുമാനം ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഹരീഷ, കുഞ്ഞുനാൾ മുതലേ നമ്മൾ ഒരുമിച്ച് വളർന്നവരാ. അതുകൊണ്ട് തന്നെ രമ്യയെ നീയും എന്നും എൻ്റെ കൂടപ്പിറപ്പ് തന്നെ. സങ്കടത്തോടെ രാജു പറയാം, ഞാൻ കുറച്ച് ഇമോഷണലായിട്ട് സംസാരിക്കുന്നത് എൻ്റെ കാര്യം സാധിക്കാനുള്ള തട്ടിപ്പാട്ട് നീ കരുതല്ലേ. ഉള്ള സത്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഹൃതിക പറയും, എത്ര സന്തോഷത്തോടെ ജീവിച്ചവരാ നീയും ശ്രീയും. ശ്രീക്ക് മെൻ്റൽ പ്രോബ്ലംസ് ഒന്നുമില്ല, ആരോ എന്തോ ഒരു മരുന്ന് കൊടുത്ത് അതിൽ ചെറിയ ഷോക്ക് ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അത് കൊച്ചമ്മണി വല്യമ്മ എന്തോ മരുന്ന് കൊടുത്തപ്പോൾ അതങ്ങ് മാറുകയും ചെയ്തു. അവളെ ഭ്രാന്തി എന്ന് മുദ്രകുത്തി. ഹരീഷ, നീ അവളെ ഉപേക്ഷിക്കരുത്. നീ ജീവനെപ്പോലെ എൻ്റെ പെങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവളും നിന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. അത് നീ തിരിച്ചറിയണം. ഹൃതിയ പറയാ, ഹരീഷെ, സത്യം എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ നീ വേദനിക്കും. നിന്റെ അമ്മയെക്കുറിച്ച് മോശം പറയാനൊന്നും ഞങ്ങൾ ശീലിച്ചിട്ടില്ല. രുക്മിണി ആൻറ്റിക്ക് നീയും ശ്രീ ഒരുമിച്ച് താമസിക്കുന്നതിൽ ഒരു താല്പര്യവും ഇല്ല. അവർക്ക് നിന്നെക്കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണം. അപ്പോൾ തന്നെ സാവിത്രി അങ്ങോട്ട് വന്നിട്ട് പറയാം, എൻ്റെ പൊന്നു മോനെ, നീ രുക്മിണിക്ക് വെറും ഒരു കറവപ്പശു മാത്രമാണ്. നിന്നെക്കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപ സ്ത്രീധനം വാങ്ങിയിട്ട് ആ പൈസ പലിശയ്ക്ക് കൊടുക്കാനാണ് നിന്റെ അമ്മയുടെ തീരുമാനം. രാജു പറയാ, ഹരീഷെ, നീ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് നിന്റെ അമ്മ പലരോടും പറഞ്ഞതായി ഞങ്ങൾ അറിയുന്നുണ്ട്. ശരിയാ, എൻ്റെ അമ്മ ആലോചിക്കുന്നുണ്ട്. ഗത്യന്തരമില്ലാതെ വന്നാൽ പിന്നെ എന്തു ചെയ്യും? ഹൃതിക വിടുവോ? എന്ത് ഗത്യന്തരമില്ലായ്മയാ ഹരീഷെ? എന്ത് തെറ്റാ ശ്രീ നിന്നോട് ചെയ്തത്? സ്ത്രീക്ക് പ്രാന്താണെന്നും അവൾക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്നും കള്ളപ്രചരണം നടത്തി നിങ്ങളുടെ വിവാഹബന്ധം തകർക്കേണ്ടത് നിന്റെ അമ്മയുടെ ആവശ്യമാണ്. സാവിത്രി പറയാം, ആ കൊച്ചിന് ഒരു പ്രാന്തും ഇല്ല മോനെ. മനസ്സിലോട്ട് തീ കയറ്റുന്ന എന്തോ ഒരു മരുന്ന് ആരോ അവൾക്ക് കൊടുത്തു. അതിപ്പോഴങ്ങ് മാറുകയും ചെയ്തു. രാജുമോൻ്റെ വീട്ടിൽ ആർക്കും ഭ്രാന്തില്ല. പിന്നെ കുട്ടികൾ ഉണ്ടാകില്ലെന്നുള്ള കള്ളപ്രചരണം. സ്ത്രീ 7 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് അബോർഷനായത്. അതെന്താ ഹരീഷെ നീ മറന്നുപോയത്? അപ്പോൾ ഫ്രണ്ട്സ്, ഹൃതികയുടെ ആ ചോദ്യത്തിന് മുന്നിൽ ഹരീഷിന് ഉത്തരം മുട്ടി ഇങ്ങനെ നിൽക്കുവാണ്. ഇനി ഹൃതികയും രാജും ശ്രീലക്ഷ്മിക്ക് അന്ന് അബോർഷനായതിന് രുക്മിണി രാജുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ലക്ഷങ്ങളുടെ കണക്കും അതിൻ്റെ പ്രൂഫും രാജു കാണിക്കും. അതുകൂടെ കണ്ടു കഴിയുമ്പോൾ ഹരീഷിന് സത്യമെല്ലാം മനസ്സിലാവും. അങ്ങനെ ആ അമ്മയോടുള്ള പ്രതികാരം എങ്ങനെയാണ് ഇനി ഹരീഷ് വീട്ടുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.